നമസ്കാരം. 1956 കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം 16ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്ന ഏപ്രിൽ 9 നടക്കാൻ പോകുന്നത്. എന്നാൽ 1956 മുമ്പും കേരളത്തിൽ ജനപ്രതിനിധി സഭകളും അവിടങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങളുടെയും സീറ്റ് കിട്ടാത്തതിലുള്ള നിരാശയുടെയും തമ്മിലടികളുടെയും കാലം കൂടിയാണ് തെരഞ്ഞെടുപ്പ് കാലം. എന്നാൽ 1957 മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളും കലഹങ്ങളിൽ നിന്ന് മുക്തമായിരുന്നില്ല എന്ന് ചരിത്രം പറയുന്നു. 1888 കേരളത്തിൽ ആദ്യമായി ഒരു ജനപ്രതിനിധി സഭ നിലവിൽ വരുന്നത്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആദ്യം 8 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് 50 അംഗങ്ങളായി ഉയർന്നു. 1904 ഈ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പ്രജാസഭ എന്ന പേരിൽ അല്ലെങ്കിൽ ശ്രീമൂലം പ്രജാസഭ ആയി പുനർനാമകരണം ചെയ്തു. വ്യാപാര പ്രമുഖരും ഭൂ ഉടമകളുമായിരുന്നു അംഗങ്ങൾ. 85 അംഗങ്ങൾ ഈ ശ്രീമൂലം പ്രജാസഭയിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് 100 വർദ്ധിച്ചു. 1932 2 സഭകളാണ് പിന്നീട് നിലവിൽ വന്നത്. ശ്രീചിത്ര കൗൺസിലും ശ്രീമൂലം അസംബ്ലിയും. 1947 സെപ്റ്റംബർ വരെ ഈ സഭകൾ തുടർന്നു. തിരുവിതാംകൂറിൽ മാത്രമല്ല കൊച്ചിയിലും ജനപ്രതിനിധി സഭകൾ ഉണ്ടായിരുന്നു. കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് 1925 1947 തിരുവിതാംകൂർ ജനപ്രതിനിധി സഭ നിലവിൽ വന്നു. പിന്നീട് തിരുവിതാംകൂറും കൊച്ചിയും 1949 യോജിച്ചപ്പോൾ തിരുവിതാംകൂർ കൊച്ചി നിയമനിർമ്മാണ സഭയായി അത് മാറി. സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാർച്ച് 20 120 മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 97 സീറ്റുകൾ ലഭിച്ചു. മുസ്ലിം ലീഗിന് 8 തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസിന് 14 കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രൻ 1 സീറ്റിലും ജയിച്ചു. പട്ടം താണുപിള്ള പ്രധാനമന്ത്രിയായും സി കേശവൻ, ടി എം വർഗീസ് എന്നിവർ മന്ത്രിമാരായും തിരുവിതാംകൂറിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നു. എ ജെ ജോൺ ആയിരുന്നു സ്പീക്കർ. പക്ഷേ കോൺഗ്രസിനുള്ളിലെ തമ്മിലടി കാരണം ആ മന്ത്രിസഭയ്ക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. സ്വന്തം പാർട്ടിക്കാർ തന്നെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചതോടെ അതേ വർഷം ഒക്ടോബർ 17 തന്നെ പട്ടം താണുപിള്ള സർക്കാർ താഴെപ്പോയി. തുടർന്ന് പരവൂർ ടി കെ നാരായണപിള്ള പ്രധാനമന്ത്രിയായും എ ജെ ജോൺ, കെ ആർ ഇലങ്കത്ത്, വി ഒ മാർക്കോസ്, എൻ കുഞ്ഞിരാമൻ, ഇ കെ മാധവൻ എന്നിവർ മന്ത്രിമാരായും പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഈ മന്ത്രിസഭ തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന 1949 വരെ അധികാരത്തിലിരുന്നു. കൊച്ചിയിൽ 1947 സെപ്റ്റംബറിൽ തന്നെ ആദ്യ ജനകീയ മന്ത്രിസഭ അധികാരമേറ്റിരുന്നു. പനമ്പള്ളി ഗോവിന്ദമേനോൻ പ്രധാനമന്ത്രിയായിരുന്ന ആ മന്ത്രിസഭയ്ക്ക് വെറും 52 ദിവസം മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. പകരം ടി കെ നായർ പ്രധാനമന്ത്രിയായി പുതിയ മന്ത്രിസഭ നിലവിൽ വന്നു. 1948 പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നതോടെ ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുകയും തിരുക്കൊച്ചി സംയോജനം വരെ ആ മന്ത്രിസഭ തുടരുകയും ചെയ്തു. തിരുക്കൊച്ചി സംയോജനത്തിന് ശേഷവും കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് തുടർന്നു. ചിത്തിര തിരുനാൾ രാമവർമ്മ രാജപ്രമുഖനായി സ്ഥാനമേറ്റു. ടി കെ നാരായണപിള്ളയുടെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭയും അധികാരമേറ്റു. ടി എം വർഗീസ് ആയിരുന്നു സ്പീക്കർ. നിരന്തരമായ തമ്മിലടിയും ഗ്രൂപ്പ് വഴക്കും ജനങ്ങളെ വീണ്ടും നിരാശരാക്കി. 2 വർഷത്തിന് ശേഷം ടി കെ മന്ത്രിസഭ മൂക്കും കുത്തി താഴെപ്പോയി. 1951 ഫെബ്രുവരി 24 ടി കെ മന്ത്രിസഭ രാജിവെച്ചു. 28 സി കേശവൻ മുഖ്യമന്ത്രിയായി പുതിയ മന്ത്രിസഭ നിലവിൽ വന്നു. 1951 ഡിസംബറിൽ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. തുടർന്ന് 1952 മാർച്ചിൽ എ ജെ ജോൺ മുഖ്യമന്ത്രിയായി പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. എന്നാൽ 1 വർഷം പോലും ഐക്യം നിലനിർത്താൻ ആ സർക്കാരിന് സാധിച്ചില്ല. സർക്കാർ അവതരിപ്പിച്ച വിശ്വാസ പ്രമേയം 1953 പരാജയപ്പെടുകയും മന്ത്രിസഭ രാജിവെക്കുകയും ചെയ്തു. തുടർന്ന് 1954 നടന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും കോൺഗ്രസ് പിന്തുണയോടുകൂടി PSP നേതാവ് പട്ടം താണുപിള്ള വീണ്ടും മുഖ്യമന്ത്രിയായി. എന്നാൽ മന്ത്രിസഭ 1 കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചു. മന്ത്രിസഭ താഴെ വീണു. തുടർന്ന് പനമ്പള്ളി ഗോവിന്ദമേനോൻ മുഖ്യമന്ത്രിയായി പുതിയ മന്ത്രിസഭ നിലവിൽ വന്നു. എന്നാൽ കാലാവധി തികയ്ക്കാൻ ഈ മന്ത്രിസഭയ്ക്കും കഴിഞ്ഞില്ല. തമ്മിൽ പോരിനെ തുടർന്ന് ഭരണകക്ഷിയിലെ 6 MLA രാജിവെച്ചതോടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മന്ത്രിസഭ 1956 മാർച്ച് 23 രാജിവെച്ചു. തുടർന്ന് ഗത്യന്തരമില്ലാതെ രാജപ്രമുഖൻ പ്രസിഡന്റ് ഭരണത്തിന് ശുപാർശ ചെയ്യുകയും ചെയ്തു. അങ്ങനെ തിരുക്കൊച്ചി ചരിത്രത്തിലാദ്യമായി പ്രസിഡന്റ് ഭരണത്തിന് കീഴിലായി. 1956 മലബാർ കൂടി കൂട്ടിച്ചേർത്ത് നവംബർ 1
കേരള സംസ്ഥാനം തന്നെ നിലവിൽ വന്നു. തുടർന്ന് 1957 നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നു. ചുരുക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ അധികാരത്തിൽ എത്തിച്ചത് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകുമെന്ന പ്രത്യാശയല്ല, മറിച്ച് 1947 മുതൽ 1956 വരെ കേരളത്തിലെ കോൺഗ്രസിൽ നടന്ന തമ്മിലടിയിൽ നിന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയും ജനങ്ങളുടെ നിരാശയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.